ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് 22-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന പെന്തക്കുസ്താ ദിനത്തിന് വേണ്ടിയുള്ള ഒരുക്കം 8-ാം ദിവസമായിട്ടാണ് ചൊല്ലുന്നത്. ഈ 8-ാം ദിവസം പ്രാർത്ഥനകളൊക്കെ സാധാരണ പോലെ തന്നെയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയിലൂടെ പ്രവർത്തിക്കുന്നത് പല വിധത്തിലാണ്. ഈശോയും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാരുടെ മേൽ വർഷിച്ചപ്പോൾ ഈശോ ആത്മാവിനെ കൊടുത്ത വാഗ്ദാനം പൂർത്തീകരിച്ചു. നമ്മളും സഭയുടെ അംഗങ്ങളാണ്. അതുകൊണ്ട് മാമോദീസായിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും ഉത്തിതനായ യേശുവിലൂടെ പുതിയ ജീവിതത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യും. അതുകൊണ്ട് നന്ദിയോടും എളിമയോടും കൂടെ നമ്മൾക്ക് കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കാം. ഈ പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്തിട്ട് അത് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വരാൻ മധ്യസ്ഥയായിട്ട് അവരുടെ ഒപ്പം നിൽക്കാൻ നിയമിച്ചവളാണ് ഈശോയുടെ അമ്മ, പരിശുദ്ധ ദൈവമാതാവ് കന്യകാമറിയം. പരിശുദ്ധ അമ്മയാണ് സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ, അവരെ പ്രാർത്ഥിക്കാൻ ഒന്നിപ്പിച്ച് നിർത്തിയവൾ. ആ അമ്മ തന്നെയാണ് നമ്മെയും ഒന്നിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വാങ്ങിത്തരാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാനായിട്ട് ഈശോ പറഞ്ഞയച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു ചിന്തകൾ നമുക്ക് മനസ്സിൽ വയ്ക്കാം. മനസ്താപ പ്രവർത്തനയും എളിമയുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലാം. ഇന്ന് ലേഖനം റോമ 8:12 മുതൽ 16 വരെയും സുവിശേഷം യോഹന്നാൻ 15:8 മുതൽ 16 വരെയുമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുപാടി സമാപന പ്രാർത്ഥന ചൊല്ലും. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിക്ക് എന്തൊക്കെ സംഭവിക്കാം? നമ്മൾ വിചാരിക്കും, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തിയല്ലേ, പരമസുഖമായിരിക്കും, ഈശോനെ കാണാം, മാതാവിനെ കാണാം, സന്ദേശങ്ങൾ കിട്ടും, പ്രവചിക്കും എന്നൊക്കെ നമ്മൾ ധരിക്കും. ശരിയാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾ ഏറ്റെടുക്കുന്ന കുറേ സഹനങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് എത്രത്തോളം ശക്തിയിൽ ഒരാളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അത്രത്തോളം ശക്തമായിട്ട് അശുദ്ധാത്മാവ് അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് സാത്താന് തീരെ ഇഷ്ടമല്ല പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതും പരിശുദ്ധാരൂപിയുടെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നതും അവന് ഇഷ്ടമല്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ യഥാർത്ഥത്തിൽ പരിശുദ്ധാരൂപിയുടെ ഇഷ്ടമനുസരിച്ച് ജീവിതം കൊണ്ടുപോകുന്നുണ്ട് എന്ന് സാത്താൻ അറിഞ്ഞാൽ ആ വ്യക്തി വളരെയധികം സാത്താനാൽ പീഡിപ്പിക്കപ്പെടും. പക്ഷേ ആ പീഡനങ്ങളിലെല്ലാം പിടിച്ചു നിന്ന് വിവേകത്തോടു കൂടെ നമ്മളതിനെ സഹിച്ചാൽ ഈശോ വലിയ കൃപകൾ തരും. ചിലപ്പോഴെല്ലാം പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികൾ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ എന്ന് പറയാൻ പറ്റില്ല, പരിശുദ്ധാത്മാവിൻ്റെ അംശമുള്ളവർ ചിലപ്പോഴൊക്കെ പിശാചിൻ്റെ പരീക്ഷണങ്ങളിൽ പെട്ടുപോകുന്ന കാഴ്ചയും അതിദയനീയമായിട്ട് നമുക്ക് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരിച്ചറിവിൻ്റെ വരം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കൂട്ടുകാരെ, അതേസമയം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ സാത്താൻ വളരെയധികം പീഡിപ്പിക്കും. ഏത് നിലയ്ക്ക് പീഡിപ്പിച്ചാലാണ് ഇവർ നിരാശയിൽ വരിക? എന്തൊക്കെ പീഡനങ്ങൾ കൊടുത്താലാണ് ഇവർ ഈശോയെ തള്ളിപ്പറയുക? അങ്ങനെ അഹോരാത്രം അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് വിശുദ്ധരായിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. പലർക്കും പല തോതിലാണ് പിശാച് ഈ വ്യക്തികളെയൊക്കെ പീഡിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത്
വിശുദ്ധന്മാരുടെ വിശുദ്ധകളുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള ജീവചരിത്രങ്ങൾ നമ്മൾ മനസ്സിൽ വായിച്ച് അതൊന്ന് ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ പീഡിപ്പിക്കപ്പെടുമല്ലേ എന്ന്. അത് അവൻ്റെ ഒരു തന്ത്രമാണ്. കാരണം ഇത്രയും നന്നായിട്ട് ജീവിതം കൊണ്ടുപോയ ആ ആൾക്ക് വന്ന ഗതി കണ്ടില്ലേ, പിന്നെ ഞങ്ങളെന്തിനാ എങ്ങനെ കൊണ്ടുപോകണേ? വേണ്ട വേണ്ട വേണ്ട, ഇത്ര വലിയ പരീക്ഷണങ്ങളൊന്നും ഏറ്റെടുക്കാൻ ഞങ്ങളെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അല്ലറ ചില്ലറ തെറ്റും കുറ്റമൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ പിന്നെ അവൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ. വല്ലാണ്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവൊന്നും വേണ്ട. ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി സാത്താൻ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ, യഥാർത്ഥത്തിൽ ഈശോയുടെ കണക്ക് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. മാനുഷികമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പറയും, കണ്ടോ അവർക്കൊക്കെ ഇങ്ങനെ വന്നില്ലേ, അതൊക്കെ അവരുടെ പാപത്തിൻ്റെ കർമ്മമാണ്, അവരുടെ പ്രവൃത്തിദോഷമാണ് എന്നൊക്കെ പറയും. 2 തരത്തിലും പിശാചിൻ്റെ പീഡനങ്ങൾ കിട്ടും. ഒന്ന്, ആത്മാവിനാൽ നിറഞ്ഞവർക്ക് കിട്ടുന്ന പീഡനങ്ങൾ, അത് ദൈവികമാണ്. പിശാച് പീഡിപ്പിച്ച് അവനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നതാണ്. അതാണ് ഒരു തരം സഹനങ്ങൾ, ജീവിതത്തിൽ വരുന്ന സഹനങ്ങൾ. എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ ഫലമായിട്ട് ഈശോ തരുന്ന സഹനങ്ങളുണ്ട്. അത് നമ്മുടെ പ്രവൃത്തിദോഷം കൊണ്ട് കർത്താവ് പരിഹാരമായിട്ട് നമുക്ക് തരുന്നതാണ്. അൽഫോൻസമ്മ, എവുപ്രാസ്യമ്മ, മറിയം ത്രേസ്യമ്മ അങ്ങനെയുള്ള വിശുദ്ധരുകളൊക്കെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു പിശാചിനാൽ. അപ്പോൾ അവരെ നോക്കിയിട്ട് അവരുടെ പ്രവൃത്തിദോഷമാണ്, അവരുടെ പാപഫലമാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അവരെപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് വന്ന ഈ പീഡനങ്ങൾ, പിശാച് അവരെ തട്ടിച്ചതും കട്ടിലുമെന്നിറക്കി വിടുന്നതും അങ്ങനെ അടിച്ചിട്ടോടിക്കുന്നതും കൈകാലുകൾ മുറിക്കുന്നതും അങ്ങനെയുള്ള കുറേ പീഡനങ്ങൾ കൊടുക്കുന്നത്, അത് സാത്താൻ തന്നെ നേരിട്ട് ആത്മാവ് നിറഞ്ഞവരോട് യുദ്ധം ചെയ്യുന്നതാണ്. അങ്ങനെ ജീവിതത്തിൽ 2 തരത്തിൽ സഹനമുണ്ട്. 2 തരത്തിലായാലും നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് നമുക്ക് ഈശോ സഹനം തന്നാലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളെ സാത്താൻ പീഡിപ്പിക്കട്ടെ എന്ന് കർത്താവ് അനുവാദം കൊടുത്തതുകൊണ്ട് അവർ പീഡിപ്പിക്കുമ്പോഴും 2 തരം സഹനവും എളിമയോടുകൂടെ എടുത്താൽ ആദ്യത്തേത് നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് തന്നെ കർത്താവ് സ്വീകരിക്കും, നമ്മൾ വിശുദ്ധിയിലേക്ക് വളരും. രണ്ടാമത്തവർ ആത്മീയമായി വളർന്നവരാണ്. അവർക്കുണ്ടാകുന്ന പീഡനങ്ങൾ അവരും എളിമയോടെ സഹിക്കുമ്പോൾ അവർ വിശുദ്ധ എന്ന് നാമകരണം ചെയ്യപ്പെടും. ഇതാണ് വ്യത്യാസം. പാപമില്ലാത്തവർ സഹിക്കുമ്പോൾ അത് വിശുദ്ധ എന്ന്, വിശുദ്ധൻ എന്നുള്ള നാമകരണത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകളാണ്. എന്നാൽ നമ്മൾ പാപികൾ, അനേകം പാപങ്ങൾ ചെയ്തിട്ടുള്ളവർ, നമുക്ക് പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുടുംബത്തും നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് അത് ടേലി ചെയ്ത് പൊക്കോളും. അങ്ങനെ നമ്മൾ നമ്മുടെ പരിഹാരം പൂർത്തീകരിച്ച് നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നല്ല സ്ഥലം കിട്ടും. അത്രത്തോളം നമുക്കെത്താം. അപ്പോൾ ഇവിടെ നല്ല ജീവിതം നയിച്ചവർക്ക് പിശാചിൻ്റെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ അവരതിനെ അതിജീവിച്ച് വിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഉയരും. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഒരു സിസ്റ്റർ മരിയ സെലിൻ, കണ്ണൂരുള്ള ഉർസുലിൻ കോൺവെൻറ്റിലെ ഒരു കൊച്ചു കന്യാസ്ത്രീ. ഈ കൊച്ചു കന്യാസ്ത്രീ സഭാവസ്ത്രം ധരിച്ചിട്ട് വെറും 30 ദിവസമേ ജീവിച്ചുള്ളൂ. പക്ഷേ അതുവരെ വലിയ പരീക്ഷണങ്ങൾ പിശാചിൻ്റെ അടുത്ത് നിന്ന് ആ കന്യാസ്ത്രീ കുട്ടിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കന്യാസ്ത്രീയെ പിശാച് പരീക്ഷിക്കുന്നത്? നമുക്ക് ആദ്യത്തെ ഒരു പരീക്ഷണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കന്യാസ്ത്രീ കുട്ടിക്ക് മാതാവിനോട് ഭയങ്കര ഭക്തിയായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് പോലെയാണ് നമ്മളും ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദിവസങ്ങൾ വന്നപ്പോൾ നമ്മൾ ഓരോ സുഹൃതജപം ചെല്ലുന്നുണ്ടല്ലോ. മെയ് മാസമായതുകൊണ്ട് നമ്മൾ സുഹൃതജപം ചെല്ലുന്നുണ്ടല്ലോ.
അങ്ങനെ ഈ കന്യാസ്ത്രീ കുട്ടി എന്ത് ചെയ്യും? എല്ലാവരോടും നോവിഷ്യറ്റ്സിനൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് പറയും, നമുക്ക് ഈ മെയ് മാസത്തിൽ ഓരോ ദിവസവും കഴിയാവുന്ന അത്ര പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തിട്ട് നമുക്ക് അതൊക്കെ ഒരു തുണ്ട് കടലാസിൽ കുറിച്ച് വയ്ക്കാം. എന്നിട്ട് മാസാവസാനം സൂക്ഷിച്ച് മെയ് 31 നമ്മൾ ജപമാല ചൊല്ലി വണക്കമാസം കാലം കൂടുമ്പോൾ ഗ്രോട്ടോയിൽ പ്രാർത്ഥന നടത്തുമല്ലോ, അപ്പോൾ ഈ കടലാസുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കാം. എന്തിനാണ് കത്തിക്കുന്നത്? ആ കത്തിക്കുന്നത് ഇവരുടെ സുഹൃതങ്ങളാണ്. ആ സുഹൃതങ്ങൾ കത്തിക്കുന്നതിൻ്റെ ധൂപം, അതായത് അതിൻ്റെ പുക, അതിങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയരുമ്പോൾ അത് നമ്മളുടെ സുഗന്ധസൂനങ്ങൾ പോലെ സ്വർഗീയ രാജ്ഞിക്ക് സ്വീകരിക്കാൻ. അതാണ് ആ കത്തിക്കണേൻ്റെ അർത്ഥം. ആ പുക ഉയരുന്നത് സ്വർഗത്തിലേക്ക് നമ്മുടെ സ്വർഗഭൂലോകങ്ങളുടെ റാണിയായ പരിശുദ്ധ അമ്മയ്ക്കുള്ള സമ്മാനമാണ്. അങ്ങനെയാണ് ഇവർ വെച്ചിരുന്നത്. പക്ഷേ ഈ കന്യാസ്ത്രീ കുട്ടി അത് മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും സാത്താൻ അത് മനസ്സിലായി. അവർ അത് നോവിഷ്യേറ്റ് പിള്ളേരുടെ ഇടയിൽ അത് പറഞ്ഞപ്പോൾ അവനത് കേട്ടു. അവൻ പറഞ്ഞു, എൻ്റെ തലേനെ തകർത്തവളെ ഇവരൊക്കെ ഇങ്ങനെ ബഹുമാനിക്കേ, ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവന്. അതുകൊണ്ട് എന്ത് ചെയ്തു എന്നറിയോ? ഒരു പ്രശ്നമുണ്ടാക്കി. നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വണ്ണം ഒരു പ്രശ്നം. അവൻ ഈ മാതാവിനെ ബഹുമാനിക്കുന്നവരെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടാനുള്ള അടവുകൾ പലതും ചെയ്യും. കാരണം മാതാവാണല്ലോ ഈ പെന്തക്കുസ്താ ദിനത്തിന് വേണ്ടി ശ്ലീഹന്മാരൊരുക്കിയതും നമ്മളെ ഇപ്പോൾ ഒരുക്കുന്നതും മാതാവല്ലേ. അതുകൊണ്ട് മാതാവിനെ കൂട്ടുപിടിക്കുന്നവരെ അവൻ തകർത്ത് കളയും. പക്ഷേ തകർക്കാൻ പറ്റില്ല. നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ പരിശുദ്ധ അമ്മ വരും. അമ്മയുടെ തൃപ്പാദങ്ങൾ അവൻ്റെ തലയിൽ വയ്ക്കും. കാരണം അതിനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് അമ്മയ്ക്ക് മാത്രമാണ്, മിഖായേലിനും. അങ്ങനെ ഇവൾ 2-ാം തീയതി 1-ാം തീയതി ഇങ്ങനെയൊക്കെ തീരുമാനം എടുത്തതാണ്. 2-ാം തീയതി എന്തുണ്ടായി എന്നറിയോ? അന്ന് രാത്രി കഴിഞ്ഞപ്പോൾ ഉണർന്നു. അപ്പോൾ ഇവൾ നോവിഷ്യേറ്റ് സഹോദരിമാരോട് ചോദിച്ചു, നോവിസുമാരോട് ചോദിച്ചു, ഇന്നലെ രാത്രിയിൽ നമ്മുടെ മദർ നമ്മുടെ റൂമിൽ വന്നിരുന്നോ ചോദിച്ചു. അപ്പോൾ നോവിസ് പിള്ളേരൊക്കെ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീയെ സ്വപ്നം കണ്ടതായിരിക്കുമെന്ന്. അപ്പോൾ മരിയ സെലിൻ ഒന്നും മിണ്ടിയില്ല. കാരണം അവൾ ഓർക്കുകയായിരുന്നു, റൂമിൽ വന്നപ്പോൾ പെട്ടെന്ന് മദർ വന്ന് വിളിച്ചു ഇവളെ. അതുകൊണ്ട് ഇവൾ മദറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി, റൂമിന് പുറത്തിറങ്ങിയ വശം മദർ അപ്രത്യക്ഷയായി. അപ്പം തന്നെ അവിടെ തെളിഞ്ഞു നിന്ന രാത്രി കത്തുന്ന ബൾബ് കെട്ടു. അപ്പോൾ ഭയപ്പെട്ട് സെലിൻ തപ്പിത്തടഞ്ഞ് റൂമിൽ തിരിച്ചെത്തി. ഇതാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ സെലിന് തോന്നി, മദർ എന്താ ഇങ്ങനെ പോയത് പെട്ടെന്ന്. അങ്ങനെ ഇതിന് സംശയമൊന്ന് തീർക്കാൻ മദറിനോട് ചോദിച്ചപ്പോൾ മദർ പറഞ്ഞു, ഞാൻ എവിടെയും വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇവൾ കണ്ട മദർ ആരായിരുന്നു? ഇതുപോലെ ആശയക്കുഴപ്പത്തിലാക്കുന്ന കുറേ കാര്യങ്ങൾ. കാരണം അപ്പോൾ മറ്റുള്ളവർ പറയും, അവൾ സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ അവൾക്ക് എന്തോ രോഗമുണ്ട്, അതൊക്കെയാണ് പ്രശ്നം. അവളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തണം. കാരണം അവന് സാത്താൻ്റെ തല തകർത്ത അമ്മേനെ വെറുപ്പാണ്. അമ്മേനെ വലിയവരും ബഹുമാനിക്കുന്നത് അവന് ഇഷ്ടമല്ല. അങ്ങനെ ചെയ്യും. അങ്ങനെ ഒരു പരീക്ഷണം. അപ്പോഴെന്തായി? ഇത് കേട്ടോടുകൂടി മദറിന് സെലിൻ്റെ നേരൊരു സംശയം, ഈ കുട്ടിക്ക് എന്താണ് പ്രശ്നം? എന്തായാലും അവളെ നിരീക്ഷിക്കാം, പോരെ? അവൾ നിരീക്ഷണത്തിലായി. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സംഭവം ഉണ്ടായി. മെയ് 7-ാം തീയതി 7-ാം തീയതി മദർ പയ്യന്നൂർക്ക് പോയിട്ട് മടങ്ങി വന്നപ്പോൾ ഉണ്ടായ കോലാഹലങ്ങളെല്ലാവരും വിവരിക്കുകയാണ്. എന്താണ് ഉണ്ടായത്? ഈ സെലിൻ പറയാണ്, ഞാൻ എൻ്റെ കട്ടിലിന്മേ ഭയങ്കര കുലുക്കം കേട്ടു. ആ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. എന്നിട്ട് ഞാൻ ബേസിൻ സ്റ്റാൻഡിൽ വെച്ചിരുന്ന സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ബേസിൻ സ്റ്റാൻഡ് എൻ്റെ നേരെ നീങ്ങി വരുന്നത് കണ്ടപ്പോൾ
അത് എന്നെ ഉപദ്രവിക്കുമോ എന്ന് പേടിച്ച് ഞാൻ പറഞ്ഞു, എന്നെ തൊടരുത്, ഞാൻ ഈശോയുടെ മണവാട്ടിയാണെന്ന് ഉറക്കെ പറഞ്ഞു. അപ്പോൾ അത് തിരിഞ്ഞ് വാതിലിന് നേരെ നീങ്ങി റൂമിൽ നിന്നും വെളിയിലിറങ്ങി കോവണിപ്പണികളിലൂടെ ഉരുണ്ട് താഴേക്ക് പോയി. ഇതാണ് മരിയ സെലിൻ്റെ വിശദീകരണം. അപ്പോൾ അന്തേവാസികളെല്ലാവരും പേടിച്ചു. ശരിക്കും പിശാച് ബാധിച്ച പെൺകുട്ടി. കോൺവെൻ്റ് ആകെ അസ്വസ്ഥമായി. എല്ലാവർക്കും മരിയ സെലിൻ്റെ അടുത്ത് മുറിയിൽ താമസിക്കാൻ കിടക്കാൻ പേടിയായി. അപ്പോൾ മാതാവിനെ ബഹുമാനിച്ചപ്പോൾ ഉണ്ടായ പുണ്യം കണ്ടല്ലോ. എല്ലാവരും അവളെ മനോരോഗി പോലെ മനസ്സിൽ കരുതി. മെയ് 9 വീണ്ടും ഒരു പിശാചിൻ്റെ ഇടപെടലുണ്ടായി. ആ ഇടപെടലിൽ മറ്റുള്ളവർക്ക് ബോധ്യം വന്നു ഇത് സെലിൻ ഉണ്ടാക്കി പറയുന്നതല്ല എന്ന്. ആ അനുഭവം ഇങ്ങനെയാണ്. സെലിനും വേറൊരു കുട്ടിയും മോനിക്കയും റോസക്കുട്ടിയും ഒക്കെ ഒരുമിച്ചാണ് കിടന്നത്, നോവിസുമാർ. അങ്ങനെ കിടന്ന സമയത്ത് രാത്രി സെലിൻ്റെ കൂടെ ഇരുവശത്തും മോനിക്കും റോസക്കുട്ടിയും കിടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഇറ്റു വീണ ഒരു ശബ്ദം കേട്ടിട്ട് അവർ ഉണർന്നു. അപ്പോൾ ഇവർ സെലീനയുടെ കട്ടിലേക്ക് നോക്കി. സെലീന കിടക്കുന്നിടത്ത് അവൾ നല്ല ഉറക്കമാണ് സെലീന. പക്ഷേ പുലർച്ചയ്ക്ക് മുഖം കഴുകാൻ കരുതി വെച്ച ഒരു ബേസൻ വെള്ളം കട്ടിലിൻ്റെ മുകളിൽ കൊതുക് വലയുടെ പടിയിലിരിക്കുന്നു. ചെരിഞ്ഞു കിടക്കുന്ന ബേസിനിൽ നിന്നും വെള്ളം വീണ് സെലീനയുടെ കട്ടിലും ബെഡും പുതപ്പൊക്കെ നനഞ്ഞു. ഇവർക്കൊക്കെ പേടിയായി. കാരണം അത് സെലീനയല്ല ചെയ്തതെന്ന് സെലീന ഉറങ്ങി കൊടുക്കുകയാണല്ലോ. അങ്ങനെ ഇവരൊക്കെ തലവഴി പുതപ്പിട്ട് പേടിച്ച് കിടന്നു. പക്ഷെ മോണിക്ക എന്ന് പറഞ്ഞ കുട്ടി എഴുന്നേറ്റ് ബേസിനെടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. അപ്പോൾ ഇവർക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. സെലീൻ ഇതാരാ ചെയ്തതെന്ന് ചോദിക്കേണ്ട. സെലീൻ ഉറങ്ങിക്കിടക്കാറുണ്ട്. ഇവരാണത് കണ്ടത്. ആരായിരിക്കും ഈ ബേസിനും വെള്ളവും ഒക്കെ കൊതുക് വലയുടെ മുകളിലെടുത്ത് വെച്ചത്? എന്തിനായിരിക്കും? സെലീനയുടെ സുഖമായ നിദ്രയെ തടസ്സപ്പെടുത്താൻ. അങ്ങനെ രാവിലെ ഉണർവോടെ ദൈവത്തിൻ്റെ സ്തുതികൾ പാടാൻ ഉണരുന്ന അവളുടെ ശക്തി ക്ഷയിക്കും ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കാൻ. ഇതൊക്കെ പിശാചിൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ പീഡനങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു അത്. ഇന്ന് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയും വരുന്ന കുറേ പിശാചിൻ്റെ തന്ത്രങ്ങൾ കേൾക്കാം. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർക്ക്, യഥാർത്ഥത്തിൽ നിറവുള്ളവർക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അന്ധകാര ശക്തികളെ, അശുദ്ധാത്മാക്കളെ ആരാധിക്കുന്നവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും തിരിച്ചറിയുവാൻ പാകമുള്ളവരാകണം. അതിനെന്ത് വേണം? പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം തിരിച്ചറിവിൻ്റെ വരം കിട്ടാൻ. അതിന് നമ്മൾ ആരെ കൂട്ടുപിടിക്കണം? മെയ് മാസറാണിയായ പരിശുദ്ധ അമ്മയെ തന്നെ കൂട്ടുപിടിക്കണം. ഇങ്ങനെയാണ് പിശാച് മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കുക. സാത്താൻ ആരാധിക്കുന്നവർക്കുണ്ടാകുന്ന അനുഭവം ശരിക്കും ആത്മാവിൻ്റെ ഹിതമനസ്സ് ജീവിക്കുന്നവർക്കും ഉണ്ടാകുന്നു. അതുപോലെ കുറച്ച് ആത്മാവുണ്ട്, കുറച്ച് പാപമൊക്കെ പോകുന്നു, സാധാരണ ജീവിതം നയിക്കുന്നവർക്കും ഇതുപോലെയുള്ള പരീക്ഷണങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോ പദ്ധതികളാണ്. സാത്താൻ ആരാധിക്കുന്നവർക്കുണ്ടാകുന്നത് സാത്താൻ അവരുടെ കൂടെയുള്ളതുകൊണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാർക്കും വിശുദ്ധകൾക്കുണ്ടാകുന്നത് അവരെ വിശുദ്ധ ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ യേശുവിനോട് അനുവാദം ചോദിച്ചിട്ട് പിശാച് പീഡിപ്പിക്കുന്നത്. നമ്മെപ്പോലെയുള്ള പാവപ്പെട്ട പാപികൾക്ക് പീഡനങ്ങളും ഇങ്ങനത്തെ ദൈവികമായ കാര്യങ്ങളൊന്നും പീഡനങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. കാരണം നമ്മളൊക്കെ പാപികളല്ലേ. നമ്മളെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, സ്നേഹക്കുറവ്, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, അതുപോലെ ശാരീരിക രോഗങ്ങൾ വെച്ചൊക്കെ നമ്മളെ പീഡിപ്പിക്കുന്നത് എന്തായിരിക്കും? അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈശോ അനുവദിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ തിരിച്ചറിവിൻ്റെ വരം കിട്ടാൻ, വിവേചനത്തിൻ്റെ വരം കിട്ടാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈശോ പറഞ്ഞു തന്ന സുകൃതജപം ഒരു മിറാക്കിൾ പ്രയറാണ് കേട്ടോ. ഒരു മിറാക്കിൾ പ്രയർ, അത്ഭുത പ്രാർത്ഥനയാണ്.
നിങ്ങളിത് വേണമെങ്കിൽ എഴുതി വെച്ചോ. എനിക്ക് വർഷങ്ങൾക്ക് മുൻപ് ഒരു മലമുകളിലെ ആശ്രമത്തിലെ ഒരു പുരോഹിതനിൽ നിന്നും കിട്ടിയ പ്രാർത്ഥനയാണ്. ഇതിനെ അത്ഭുത പ്രാർത്ഥന എന്നാണ് പറയുക. ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങളെ നയിക്കണമേ. വിളിക്കുന്നത് നിത്യപിതാവായ ദൈവത്തെയാണ്. എന്നിട്ട് പറയുന്നത് അവിടുത്തെ ഇഷ്ടപുത്രനായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങനെ വിശുദ്ധീകരിച്ചാലേ നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പറ്റുള്ളൂ. ആ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. പിതാ, പുത്ര, പവിത്രാത്മനെ ബഹുമാനിച്ച് ആരാധിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത്ഭുതങ്ങളുടെ അത്ഭുതം നടക്കും. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. 10 മിനിറ്റ് ആരോടും സംസാരിക്കാതെ ഈ പ്രാർത്ഥന ഉരുവിട്ടാൽ ഒരു കൊന്തയിൽ 50 പ്രാവശ്യം ഇത് ചൊല്ലാൻ പറ്റും. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടാണിത് പറയുന്നത്. അപ്പോൾ കൊന്ത പിടിക്കണമെന്നില്ല. ജോലി ചെയ്യുമ്പോഴും ആരോടും സംസാരിക്കാതെ സമയം നോക്കി പ്രാർത്ഥിച്ചാൽ നമുക്ക് അത്രയും കൊന്തകൾ കിട്ടും. പരിശുദ്ധാത്മാവിനെ വിളിക്കുകയും ചെയ്യാം, പരിശുദ്ധ തൃത്വത്തിനെ ബഹുമാനിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ 8 ദിവസത്തിലായിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതുപോലെ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, 1000 തവണയെങ്കിലും ഒരു ദിവസം വിളിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഈ പ്രാർത്ഥനയോടുകൂടി 8000 പ്രാവശ്യം നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ടുണ്ടാകും. നാളെ 9-ാം ദിവസമായിട്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അപ്പോൾ 9000 പ്രാവശ്യം വിളിക്കും. 9 നവനാളിന് തുല്യമായിട്ട്. വ്യാഴാഴ്ചയാണ് തുടങ്ങുന്നതെങ്കിൽ നാളെ 10-ാം ദിവസം കഴിയും. എന്നിട്ട് പെരുന്നാൾ ആഘോഷിക്കും. നമ്മൾ വെള്ളിയാഴ്ച തുടങ്ങിയതുകൊണ്ട് നാളെ 9-ാം ദിനമാണ്. നവനാളിൻ്റെ ഭാഗമായി 9000 പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പെന്തക്കോസ്താ തിരുനാൾ ദിവസം പരിശുദ്ധാത്മാവ് നമുക്കൊരു ദാനം തരും. ലോട്ടറി അടിക്കുമെന്നല്ല പറയുന്നത് കേട്ടോ. ജോലി കിട്ടും, അല്ലെങ്കിൽ വിവാഹം നോക്കിയത് ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ദാനം കിട്ടും. നിത്യജീവനിലേക്ക് വേണ്ട ഒരു ദാനം, അല്ലെങ്കിൽ ഒരു വരം, ഒരു ഫലം. നമുക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. പിശാചിൻ്റെ പരീക്ഷണങ്ങളെ തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ച് പരിശുദ്ധ അമ്മയിലൂടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.